ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവർ, ടെർമിനോളജി ഓഫ് ക്യാം ആൻഡ് ഫോളോവർ മോഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ക്യാം മെക്കാനിസം? ക്യാം മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ മോഷനെ മറ്റൊരു മോഷനായി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യാം മെക്കാനിസത്തിൽ രണ്ട് മൂവിങ് എലിമെന്റ് ആണ് ഉണ്ടാവുക. ഒന്ന് ക്യാം, മറ്റൊന്ന് ഫോളോവർ. ഒരു ഫിക്സഡ് ഫ്രെയിമിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ക്യാം ആൻഡ് ഫോളോവർ, അങ്ങനെ രണ്ട് മൂവിങ് എലിമെന്റ് ആണ് ക്യാം മെക്കാനിസത്തിൽ ഉണ്ടാവുക. അപ്പൊ എന്താണ് ക്യാം, എന്താണ് ഫോളോവർ? ഈ കാണിച്ചിരിക്കുന്നതാണ് ക്യാം, ഇതാണ് ഫോളോവർ. ക്യാം ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിക്കൽ എലിമെന്റ് ആണ്. ഈ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് എലിമെന്റിന്റെ മോഷൻ കാരണമാണ് ഫോളോവറിൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് മോഷൻ ഉണ്ടാവുന്നത്. ക്യാമിന്റെ മൂവ്മെന്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ഫോളോവറിൽ കറസ്പോണ്ടിങ് മോഷൻ ഉണ്ടാവുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവറിൽ എന്തുണ്ടാവും? ഒരു ഓസിലേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാവും. ഈ ക്യാമും ഫോളോവറും തമ്മിൽ വരുന്ന കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു ലൈൻ കോണ്ടാക്ട് അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ആണ്. അതുകൊണ്ട് തന്നെ ക്യാം മെക്കാനിസം എന്താണ്? ഒരു ഹയർ പെയർ മെക്കാനിസം ആണ്. ക്യാം മെക്കാനിസം ഒരു ഹയർ പെയർ മെക്കാനിസം ആണ്. ലൈൻ അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ആണ് വരുന്നതെങ്കിൽ, രണ്ട് എലിമെന്റുകൾ തമ്മിൽ ലൈൻ അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഹയർ പെയർ മെക്കാനിസം എന്ന് പറയാം. രണ്ട് എലിമെന്റ്സ് തമ്മിൽ സർഫസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഏരിയ കോണ്ടാക്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ലോവർ പെയർ മെക്കാനിസം എന്ന് പറയാം. അപ്പോൾ ഓർത്ത് വെക്കുക, ക്യാം മെക്കാനിസം എന്താണ്? ഒരു ഹയർ പെയർ മെക്കാനിസം ആണ്. ഇനി ഈ ക്യാം മെക്കാനിസത്തിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് രണ്ട് മൂവിങ് എലിമെന്റ്സ്, അതായത് ക്യാം, ഫോളോവർ ആൻഡ് ഫിക്സഡ് ഫ്രെയിം. ഈ ഫിക്സഡ് ഫ്രെയിമിലാണ് ക്യാം ആൻഡ് ഫോളോവർ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസത്തിൽ ക്യാമിന്റെ ഒരു റൊട്ടേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോളോവർ മൂവ്മെന്റിന് 3 സ്റ്റേജ് ആണുള്ളത്: റൈസ്, ഫാൾ ആൻഡ് ഡ്വെൽ. ഇതിൽ റൈസ് എന്ന് പറയുന്നത് ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ ക്യാമിന്റെ സെന്ററിൽ നിന്നും ഔട്ട്വേർഡ് മൂവ് ചെയ്യുന്നതിനെയാണ്. ക്യാമിന്റെ സെന്ററിൽ നിന്നും ഫോളോവർ ഔട്ട്വേർഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. അതായത് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഇത്രയും പ്രൊഫൈലുമായിട്ട് ഫോളോവർ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, ക്യാമിന്റെ അത്രയും പ്രൊഫൈലുമായിട്ട് ഫോളോവർ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫോളോവർ എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഔട്ട്വേർഡ് ആണ് മൂവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഇനി ഫാൾ എന്ന് വെച്ചാലോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഫോളോവർ ക്യാമിന്റെ സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾ എന്ന് പറയുന്നത്. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ ക്യാമിന്റെ സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൾ എന്ന് പറയുന്നത്. അതായത് ഈ യെല്ലോ റീജിയനിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും പ്രൊഫൈലിൽ ക്യാമുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഫോളോവർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ടുവേർഡ്സ് സെന്റർ ഓഫ് ദ ക്യാം. ഇനി ഡ്വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവറിന് സീറോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്വെൽ എന്ന് പറയുന്നത്. ഫോളോവറിന് സീറോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡ്വെൽ. ക്യാമിന്റെ ഇത്രയും പ്രൊഫൈലുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഫോളോവർ എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ഇതിനെയാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാമിന്റെ ഒരു റൊട്ടേഷനിലുള്ള ഫോളോവർ മൂവ്മെന്റ് ആണ്. ഈ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്ന അത്രയും പ്രൊഫൈലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഫോളോവർ എന്താ ചെയ്യുക? ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഇനി ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന അത്രയും പ്രൊഫൈലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഫോളോവർ ഡൗൺവേർഡ് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾ അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഈ യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്ന, അതായത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ എന്ത് ചെയ്യുന്നില്ല? ഫോളോവർ മൂവ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാമിന്റെ ഒരു റൊട്ടേഷൻ ഉണ്ടാകുന്ന ഫോളോവർ മോഷനിലെ സ്റ്റേജസ് അല്ലെങ്കിൽ ഇവന്റ്സ്: റൈസ്, ഫാൾ ആൻഡ് ഡ്വെൽ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാംസ് ആണ്. ഷേപ്പിനനുസരിച്ചിട്ട് ക്യാംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാംസ്. വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാംസിൽ ക്യാംസിന്റെ ഷേപ്പ് ഒരു വെഡ്ജ് ഷേപ്പ് ആയിരിക്കും. ഇവിടെ ക്യാംസിന് ട്രാൻസ്ലേഷണൽ മോഷനാണ് ഉണ്ടാവുക. ഓർത്തു നോക്കണം, വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാംസിൽ ട്രാൻസ്ലേഷണൽ മോഷനാണ് ഉണ്ടാവുക. ഈ ക്യാംസിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ അനുസരിച്ചിട്ട് ഫോളോവറിന് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാവും. ഇപ്പോൾ വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാംസിൽ
വെഡ്ജ് ഷേപ്പ് ആയിരിക്കും ക്യാംസ്, ട്രാൻസ്ലേഷണൽ മോഷനാണ് ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് ക്യാം പ്ലേറ്റ് ഓർ റേഡിയൽ ഓർ ഡിസ്ക് ക്യാം. ഇത് ഏറ്റവും കോമൺ ടൈപ്പ് ക്യാമാണ്. ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും കോമൺ ടൈപ്പ് ക്യാമാണ് എന്ത്? റേഡിയൽ ക്യാം. ഇവിടെ ഒരു ഡിസ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ക്യാം ഫോം ചെയ്ത തരത്തിലാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, റേഡിയൽ ക്യാമിന്റെ ഫോളോവറിന്റെ മോഷൻ റേഡിയൽ മോഷൻ ആയിരിക്കും. അതായത് ഫോളോവർ ക്യാം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. റേഡിയൽ ക്യാമിന് ഫോളോവർ ക്യാം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഇതാണ്. റേഡിയൽ ക്യാമിൽ ഫോളോവർ മൂവ് ചെയ്യുന്നത് ക്യാം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ സിലിണ്ടറിക്കൽ ഓർ ഡ്രം ക്യാം. ഇതിൽ ക്യാം ഒരു സിലിണ്ടറിന്റെ മുകളിൽ ഫോം ചെയ്ത തരത്തിലാണ് ഉണ്ടാവുക. അതായത് ഒരു സിലിണ്ടറിൽ ഒരു ഗ്രൂവ് കട്ട് ചെയ്ത തരത്തിലാണ് ക്യാം ഉണ്ടാവുക. ഇവിടെ ഫോളോവറിന് ഉണ്ടാവുക ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും. അത് റൊട്ടേഷണൽ ആക്സിസിന്, ക്യാമിന്റെ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിരിക്കും. നമുക്കറിയാം ഇതാണ് ക്യാമിന്റെ റൊട്ടേഷണൽ ആക്സിസ്. ഈ ആക്സിസിന് പാരലായിട്ടാണ് ഫോളോവർ മൂവ് ചെയ്യുക. ക്യാമിന്റെ റൊട്ടേഷണൽ ആക്സിസിന് പാരലായിരിക്കും എന്ത്? ഫോളോവറിന്റെ മോഷൻ. ഇതിനെ നമ്മൾ ബാരൽ ക്യാം എന്നുകൂടി പറയാറുണ്ട്. സിലിണ്ടറിക്കൽ ക്യാമിനെ നമ്മൾ ഡ്രം ക്യാം അല്ലെങ്കിൽ ബാരൽ ക്യാം എന്നുകൂടി പറയും. നെക്സ്റ്റ് ടൈപ്പ് ക്യാം സ്പൈറൽ ക്യാം. സ്പൈറൽ ക്യാമിന്റെ ഷേപ്പ് ഒരു സർക്കുലർ ഡിസ്കിൽ ഒരു സ്പൈറൽ ഗ്രൂവ് കട്ട് ചെയ്ത ഷേപ്പ് ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സർക്കുലർ ഡിസ്കിൽ സ്പൈറൽ ഷേപ്പ് ഗ്രൂവ് കട്ട് ചെയ്ത ഷേപ്പ് ആയിരിക്കും. ഈ സ്പൈറൽ ഗ്രൂവിൽ ടീത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ടീത്തുകൾ ഫോളോവറിന്റെ ടീത്തുമായിട്ട് മേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അതായത് ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പൈറൽ ഗ്രൂവിലെ ടീത്തും ഫോളോവറിന്റെ പിങ്കിയർ ടീത്തുകളും മേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മൂവ്മെന്റ് നടക്കുന്നത്. ഇവിടെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, സ്പൈറൽ ക്യാമിന് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാം റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. സ്പൈറൽ ക്യാമിന് ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരണ എന്ത് ചെയ്യണം? ക്യാം റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഗ്ലോബോയിഡൽ ക്യാംസ്. ഗ്ലോബോയിഡൽ ക്യാംസിന് കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പാണ് ഉണ്ടാവുക. കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് ഷേപ്പുള്ള ക്യാംസ് ആണ് ഗ്ലോബോയിഡൽ ക്യാംസ്. ഇതിലെ സർക്കംഫറൻസിൽ ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂവിലൂടെയാണ് ഫോളോവർ മൂവ് ചെയ്യുന്നത്. ഫോളോവറിന് ഓസിലേറ്ററി മോഷനാണ് ഉണ്ടാവുക. കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് സർഫസിൽ കട്ട് ചെയ്ത ഗ്രൂവ്സിലൂടെയാണ് ഫോളോവർ മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺജുഗേറ്റ് ക്യാംസ്. ഈ ഫിഗറിൽ കാണിച്ചതാണ് കോൺജുഗേറ്റ് ക്യാംസ്. ഇതിന് രണ്ട് സർക്കുലർ ഡിസ്കുകളാണ് ഉണ്ടാവുക. ഈ രണ്ട് സർക്കുലർ ഡിസ്കുകളും കീ യൂസ് ചെയ്തിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ രണ്ട് ഡിസ്കുകളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഈ രണ്ട് ഡിസ്കുകളും ഫോളോവറിന്റെ രണ്ട് റോളറുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഈ ഡിസ്കിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഫോളോവർ ഓസിലേറ്റ് ചെയ്യും. കോൺജുഗേറ്റ് ക്യാംസിന്റെ കേസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, സാധാരണ ക്യാംസിൽ നമ്മൾ ഫോളോവറും ക്യാമും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് സ്പ്രിംഗ് ഫോഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫോളോവറും ക്യാമും തമ്മിൽ കോണ്ടാക്റ്റിൽ വെക്കുന്നത്. അതേസമയം കോൺജുഗേറ്റ് ക്യാംസിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ ഫോഴ്സ് ടു ഹാവ് കോണ്ടാക്ട് ബിറ്റ്വീൻ ക്യാം ആൻഡ് ഫോളോവർ. ക്യാമും ഫോളോവറും തമ്മിൽ കോണ്ടാക്റ്റിൽ വെക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ റിക്വയർമെന്റ് കോൺജുഗേറ്റ് ക്യാംസിൽ ആവശ്യമില്ല. ആ പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ വെയർ, ലോ നോയ്സ്, ഹൈ സ്പീഡ് ആൻഡ് ഹൈ ഡൈനാമിക് ലോഡ്സ്. കോൺജുഗേറ്റ് ക്യാംസിന്റെ അഡ്വാൻറ്റേജസ് ലോ വെയർ, ലോ നോയ്സ്, ഹൈ സ്പീഡ് ആൻഡ് ഹൈ ഡൈനാമിക് ലോഡ്സ്. നെക്സ്റ്റ് വൺ സ്പെറിക്കൽ ക്യാം. സ്പെറിക്കൽ ക്യാമിന്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്പെറിക്കൽ സർഫസിൽ ഒരു ഗ്രൂവ് കട്ട് ചെയ്ത് ആ ഗ്രൂവിലൂടെയാണ് എന്ത് ചെയ്യുക? ഫോളോവർ മൂവ് ചെയ്യുക. ക്യാമിന്റെ സ്പെറിക്കൽ സർഫസിലൂടെയുള്ള ഗ്രൂവിലാണ് എന്ത് ചെയ്യുക? ഫോളോവർ മൂവ് ചെയ്യുക. ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, ഫോളോവർ ഓസിലേറ്റ് ചെയ്യുന്നത് ക്യാമിന്റെ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ടായിരിക്കും. ഫോളോവറിന്റെ ഓസിലേഷൻ ക്യാമിന്റെ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് അബൌട്ടായിരിക്കുമെന്ന് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സിന് നമുക്ക് എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
ഫോളോവേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു സർഫസ് ഇൻ കോണ്ടാക്ട്, അക്കോർഡിംഗ് ടു മോഷൻ ഓഫ് ദ ഫോളോവർ, അക്കോർഡിംഗ് ടു പാത്ത് ഓഫ് മോഷൻ ഓഫ് ഫോളോവർ. ഫോളോവേഴ്സിനെ സർഫസ് ഇൻ കോണ്ടാക്ടിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫോളോവറിന്റെ മോഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫോളോവറിന്റെ പാത്ത് ഓഫ് മോഷൻ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ സർഫസ് ഇൻ കോണ്ടാക്ടിനനുസരിച്ചിട്ട് ഫോളോവറിനെ നമ്മൾ നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, സ്പെറിക്കൽ ഫോളോവർ ഇത്രയും തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മോഷൻ ഓഫ് ഫോളോവർ, റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ, റൊട്ടേറ്റിംഗ് ഫോളോവർ ഇങ്ങനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു പാത്ത് ഓഫ് മോഷൻ ഓഫ് ഫോളോവർ, റേഡിയൽ ഫോളോവർ എന്നും ഓഫ്സെറ്റ് ഫോളോവർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫോളോവറിന്റെ എൻഡ്, കോണ്ടാക്ടിങ് എൻഡ് എന്തായിരിക്കും? ഒരു ഷാർപ്പ് നൈഫ് എഡ്ജ് ഷേപ്പിലായിരിക്കും. ഒരു ഷാർപ്പ് നൈഫ് എഡ്ജ് ആയിരിക്കും ഫോളോവറിന്റെ ക്യാമിനെ കോണ്ടാക്ട് ചെയ്യുന്ന എൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ സർഫസ് സ്ട്രെസ്സും വെയറും കൂടുതലായിരിക്കും. നൈഫ് എഡ്ജ് ഫോളോവറിൽ ഹൈ സർഫസ് സ്ട്രെസ്സും ഹൈ വെയറും ആയിരിക്കും. ഷാർപ്പ് നൈഫ് എഡ്ജ് കോണ്ടാക്ട് ആയതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെസ്സും വെയറും എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ക്യാമും ഫോളോവറും തമ്മിൽ ഒരു സ്ലൈഡിംഗ് മോഷനാണ് ഉണ്ടാവുക. ക്യാമും ഫോളോവറും തമ്മിൽ നൈഫ് എഡ്ജ് ഫോളോവറിൽ ഒരു സ്ലൈഡിംഗ് മോഷനാണ് ഉണ്ടാവുക. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോളോവർ ആണ് നൈഫ് എഡ്ജ് ഫോളോവർ. പക്ഷേ ഇവിടെ കോണ്ടാക്ട് സ്ട്രെസ്സും വെയറും കൂടുതലായതുകൊണ്ട് തന്നെ നൈഫ് എഡ്ജ് ഫോളോവേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഫോളോവർ റോളർ ഫോളോവർ. റോളർ ഫോളോവറിന്റെ കോണ്ടാക്ട് എൻഡിൽ, ക്യാമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എൻഡിൽ ഒരു റോളറാണ് ഉണ്ടാവുക. ഈ റോളർ ക്യാമിന്റെ സർഫസിൽ റോൾ ചെയ്യും. അപ്പോൾ കോണ്ടാക്ട് എൻഡിൽ റോളർ ഉള്ള ടൈപ്പ് ഫോളോവർ ആണെന്ത്? റോളർ ഫോളോവർ. ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഫോളോവറും റോളർ ഫോളോവറാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോളോവർ റോളർ ഫോളോവർ ആണ്. കോണ്ടാക്ട് എൻഡിൽ റോളർ ആയതുകൊണ്ട് തന്നെ അതിന് കോണ്ടാക്ട് സ്ട്രെസ്സുകളും ഫ്രിക്ഷനും കുറവായിരിക്കും. നൈഫ് എഡ്ജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രിക്ഷനും കോണ്ടാക്ട് സ്ട്രെസ്സും റോളർ ഫോളോവറിൽ കുറവായിരിക്കും. സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് റോളർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. മോർ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷനറി ഗ്യാസ് എഞ്ചിൻസ്, എയർക്രാഫ്റ്റ് എഞ്ചിൻ പോലെയുള്ള സ്ഥലങ്ങളിലാണ് റോളർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എയർക്രാഫ്റ്റ് എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഫോളോവർ ഏതാണെന്നാണ്. എയർക്രാഫ്റ്റ് എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത് റോളർ ഫോളോവർ ആണ് എന്ന് ഓർത്ത് വെക്കണം. അതാണ് ഇവിടുന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. എയർക്രാഫ്റ്റ് എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത് റോളർ ഫോളോവർ ആണ്. നെക്സ്റ്റ് വൺ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ കോണ്ടാക്ട് എൻഡിൽ, അതായത് ക്യാമുമായിട്ട് കോണ്ടാക്ട് വരുന്ന എൻഡിൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് ഉണ്ടാവുക. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും സർഫസ് സ്ട്രെസ്സും കൂടുതലായിരിക്കും. റോളർ ഫോളോവറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും സർഫസ് സ്ട്രെസ്സും ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിൽ കൂടുതലായിരിക്കും. ഈ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ നമ്മൾ യൂസ് ചെയ്യുക സ്പേസ് ലിമിറ്റേഷൻ വരുന്ന സിറ്റുവേഷൻസിലാണ്. സ്പേസ് ലിമിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവേഴ്സ് കൂടുതലും യൂസ് ചെയ്യുക. അതുപോലെ ക്വിക്ക് മോഷൻ റിക്വയർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവേഴ്സ് ആണ്. കൂടാതെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവേഴ്സിൽ സൈഡ് ത്രസ്റ്റ് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി സൈഡ് ത്രസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോളോവർ ജാം ആവാനുള്ള പോസിബിലിറ്റി ഇവിടെ കുറവാണ്. അപ്പോൾ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത് സ്പേസ് ലിമിറ്റേഷൻ ഉള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആണ്. നെക്സ്റ്റ് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിന്റെ കോണ്ടാക്ട് എൻഡിൽ ഒരു സ്പെറിക്കൽ ഷേപ്പാണ് ഉണ്ടാവുക. ഫ്ലാറ്റ് എൻഡിന് പകരം അവിടെ ക്യാമുമായിട്ട് കോണ്ടാക്ട് വരുന്ന എൻഡിൽ ഒരു സ്പെറിക്കൽ ഷേപ്പാണ് ഉണ്ടാവുക. ഇത് സർഫസ് സ്ട്രെസ്സുകൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെറിക്കൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർഫസ് സ്ട്രെസ്സുകൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെറിക്കൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന ഫോളോവർ, ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന ഫോളോവർ എന്ന് പറയുന്നത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ ആണ്. ഓർത്ത് നോക്കണം, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യുന്നത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവേഴ്സ് ആണ്. നെക്സ്റ്റ് ഫോളോവറിന്റെ മോഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫോളോവറിനെ റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ എന്നും ഓസിലേറ്റിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോളോവർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ട്രാൻസ്ലേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ എന്ന് പറയുന്നത് ഫോളോവറിന്റെ മോഷൻ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് മൂന്നും
ട്രാൻസ്ലേറ്റിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവേഴ്സ് ആണ്. ഫോളോവറിന്റെ മോഷൻ എങ്ങനെയായിരിക്കും? ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും. ഇനി ഓസിലേറ്റിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോളോവർ എന്ന് പറയുന്നത് ഫോളോവറിന്റെ മോഷൻ ഒരു ഓസിലേറ്ററി മോഷനോ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനോ ആയിരിക്കും. ഫോളോവറിന്റെ മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഓസിലേറ്റിംഗ് ഫോളോവർ എന്ന് പറയാം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവർ ബേസ്ഡ് ഓൺ പാത്ത് ഓഫ് മോഷൻ ഓഫ് ഫോളോവർ. ഫോളോവറിന്റെ പാത്ത് ഓഫ് മോഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഫോളോവറിനെ റേഡിയൽ ഫോളോവർ എന്നും ഓഫ്സെറ്റ് ഫോളോവർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ റേഡിയൽ ഫോളോവർ എന്ന് വെച്ചാൽ ഫോളോവറിന്റെ ആക്സിസ് ക്യാമിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. ഫോളോവറിന്റെ ആക്സിസ് ക്യാമിന്റെ സെന്റർ ഓഫ് റൊട്ടേഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? റേഡിയൽ ഫോളോവർ എന്ന് പറയാം. ഇതാണ് ക്യാമിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ. അതിലൂടെയാണ് ഈ ഫോളോവറിന്റെ ആക്സിസ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ റേഡിയൽ ഫോളോവർ എന്ന് പറയാം. ഇനി ഓഫ്സെറ്റ് ഫോളോവർ എന്ന് വെച്ചാൽ ക്യാമിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസും ഫോളോവറിന്റെ ആക്സിസും തമ്മിൽ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ക്യാമിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസും ഫോളോവറിന്റെ ആക്സിസും തമ്മിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഓഫ്സെറ്റ് ഫോളോവർ എന്ന് പറയാം. ഇങ്ങനെ ഓഫ്സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൈഡ് ത്രസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോളോവറിൽ ആക്ട് ചെയ്യുന്ന സൈഡ് ത്രസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോളോവേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെർമിനോളജി ഓഫ് ക്യാം ആൻഡ് ഫോളോവർ. ക്യാം ആൻഡ് ഫോളോവറിന്റെ ടെർമിനോളജി അല്ലെങ്കിൽ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. ഓരോ ടേംസും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ടേം ക്യാം പ്രൊഫൈൽ. ക്യാം പ്രൊഫൈൽ എന്ന് വെച്ചാൽ ദ ആക്ച്വൽ വർക്കിംഗ് സർഫസ് കോണ്ടൂർ ഓഫ് ദ ക്യാം. ക്യാമിന്റെ ആക്ച്വൽ സർഫസ് പ്രൊഫൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ ലൈനാണ് ക്യാം പ്രൊഫൈലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ക്യാമിന്റെ ആക്ച്വൽ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിഗറിൽ നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന ക്യാമിന്റെ ആക്ച്വൽ സർഫസ് പ്രൊഫൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ക്യാമിന്റെ ആക്ച്വൽ സർഫസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഫോളോവേഴ്സ് മൂവ് ചെയ്യുന്ന സർഫസ് പ്രൊഫൈലിനെയാണ് നമ്മൾ ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസ് സർക്കിൾ എന്ന് വെച്ചാൽ ക്യാം സെന്ററിൽ നിന്ന് ക്യാം പ്രൊഫൈലിന് ടാൻജന്റ് ആയിട്ട് വരക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് സർക്കിളിനെയാണ് നമ്മൾ ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ സർക്കിൾ ആണ് എന്ത്? ബേസ് സർക്കിൾ. ദ സ്മോളസ്റ്റ് സർക്കിൾ ഡ്രോൺ ടു ദ ക്യാം പ്രൊഫൈൽ ഫ്രം ദ ക്യാം സെന്റർ. ക്യാം പ്രൊഫൈലിന് ടാൻജന്റ് ആയിട്ട് വരക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് സർക്കിൾ ആണ് എന്ത്? ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സർക്കിൾ. ബേസ് സർക്കിളിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ക്യാം സൈസ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ബേസ് സർക്കിൾ. ക്യാം സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബേസ് സർക്കിളിന്റെ സൈസിനെയാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാം സൈസ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ബേസ് സർക്കിൾ. നെക്സ്റ്റ് ട്രേസ് പോയിന്റ്. ട്രേസ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ഓൺ ദ ഫോളോവർ വിച്ച് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ദ പിച്ച് കർവ്. പിച്ച് കർവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോവറിൽ സെലക്ട് ചെയ്യുന്ന ഒരു റെഫറൻസ് പോയിന്റിനെയാണ് ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത് ഫോളോവറിലുള്ള ഒരു പോയിന്റ് ആണ്. അതിന്റെ പാത്തിന്റെ ലോക്കസ് ആണ് പിച്ച് കർവ്. പിച്ച് കർവ് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഷാർപ്പ് കോണ്ടാക്ട് പോയിന്റ് ആയിരിക്കും ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത്. റോളർ ഫോളോവറിന്റെ കേസിലാണെങ്കിൽ റോളറിന്റെ സെന്റർ പോയിന്റ് ആയിരിക്കും ട്രേസ് പോയിന്റ് എന്ന് പറയുന്നത്. നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ അതിന്റെ ഷാർപ്പ് കോണ്ടാക്ട് പോയിന്റ് ആണ് ട്രേസ് പോയിന്റ്. റോളർ ഫോളോവറിന്റെ കേസിൽ റോളറിന്റെ സെന്റർ പോയിന്റ് ആണ് ട്രേസ് പോയിന്റ്. നെക്സ്റ്റ് പിച്ച് കർവ്. പിച്ച് കർവ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ക്യാം സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക. ഇതാണ് ക്യാമിന്റെ പ്രൊഫൈൽ. ക്യാം സ്റ്റേഷനറി ആണ്. ഇനി ഫോളോവർ ഈ ക്യാമിന് അറൗണ്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോളോവർ ക്യാമിന് അറൗണ്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോളോവറിലെ ട്രേസ് പോയിന്റ്സിന്റെ പാത്തിന്റെ ലോക്കസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് കർവ് എന്ന് പറയുന്നത്. ട്രേസ് പോയിന്റിന്റെ പാത്തിന്റെ ലോക്കസ് ആണ് എന്ത്? പിച്ച് കർവ്. ദ കർവ് ജനറേറ്റഡ് ബൈ ദ ട്രേസ് പോയിന്റ് ആസ് ഫോളോവർ മൂവ്സ് റിലേറ്റീവ് ടു ദ ക്യാം. ക്യാമിന് റിലേറ്റീവ് ആയിട്ട് ഫോളോവർ മൂവ് ചെയ്യുമ്പോൾ ട്രേസ് പോയിന്റ് കവർ ചെയ്യുന്ന
പാത്തിനെ അല്ലെങ്കിൽ ആ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് കർവ് എന്ന് പറയുന്നത്. ഈ ഫിഗറിലെ ഈ ഡോട്ടഡ് ലൈനാണ് എന്ത്, പിച്ച് കർവ്. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ട്രേസ് പോയിന്റ് എവിടെയാണ്, ഈ ഒരു ഷാർപ്പ് എഡ്ജിലാണ്. അപ്പോൾ ട്രേസ് പോയിന്റ് കവർ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ക്യാമിന്റെ സെയിം പ്രൊഫൈൽ തന്നെയായിരിക്കും. അപ്പൊ നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ പിച്ച് കർവും ക്യാം പ്രൊഫൈലും സെയിം ആയിരിക്കും. നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ പിച്ച് കർവും ക്യാം പ്രൊഫൈലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ റോളർ ഫോളോവറിന്റെ കേസിൽ ട്രേസ് പോയിന്റ് എവിടെയാണ്, റോളറിന്റെ സെന്ററിലാണ്. അതുകൊണ്ട് തന്നെ റോളർ ഫോളോവറിന്റെ കേസിൽ പിച്ച് കർവും ക്യാം പ്രൊഫൈലും തമ്മിൽ റോളറിന്റെ ഒരു റേഡിയൽ ഡിസ്റ്റൻസിന്റെ വ്യത്യാസം ഉണ്ടാവും. ക്യാം പ്രൊഫൈലിനേക്കാൾ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്ത്, പിച്ച് കർവിന്റെ സൈസ്. ക്യാം പ്രൊഫൈലിനേക്കാൾ വലുതായിരിക്കും റോളർ ഫോളോവറിൽ പിച്ച് കർവിന്റെ സൈസ്. നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ പിച്ച് കർവും ക്യാം പ്രൊഫൈലും സെയിം തന്നെയായിരിക്കും. നെക്സ്റ്റ് ടേം പ്രഷർ ആംഗിൾ. പ്രഷർ ആംഗിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരാറുള്ളതാണ്. അപ്പൊ എന്താണ് പ്രഷർ ആംഗിൾ? നമുക്കറിയാം ഇതാണ് പിച്ച് കർവ്. ഈ പിച്ച് കർവിന്റെ നോർമലും ഫോളോവറിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഫോളോവർ ആൻഡ് നോർമൽ ടു ദ പിച്ച് കർവ്. ഈ പ്രഷർ ആംഗിളിന് ക്യാമിന്റെ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രഷർ ആംഗിൾ ഒരുപാട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൈഡ് ത്രസ്റ്റ് കൂടും, ഫോളോവർ ജാം ആവാനുള്ള ചാൻസ് കൂടും. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, ബേസ് സർക്കിളിന്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ചിട്ട് പ്രഷർ ആംഗിൾ ഡിക്രീസ് ചെയ്യും. ബേസ് സർക്കിളിന്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ചിട്ട് പ്രഷർ ആംഗിൾ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ടേം പിച്ച് പോയിന്റ്. പിച്ച് പോയിന്റ് എന്ന് വെച്ചാൽ ദ പോയിന്റ് ഓൺ ദ പിച്ച് കർവ് ഹാവിംഗ് മാക്സിമം പ്രഷർ ആംഗിൾ. പിച്ച് കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ ആംഗിൾ മാക്സിമം ആവും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. പ്രഷർ ആംഗിൾ മാക്സിമം ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് പോയിന്റ്. നെക്സ്റ്റ് ടേം പിച്ച് സർക്കിൾ. പിച്ച് സർക്കിൾ എന്ന് വെച്ചാൽ ക്യാമിന്റെ സെൻട്രൽ നിന്ന് പിച്ച് പോയിന്റിലൂടെ വരക്കുന്ന സർക്കിളിനെയാണ് നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ക്യാമിന്റെ സെൻട്രൽ നിന്ന് പിച്ച് സർക്കിളിലൂടെ വരക്കുന്ന സർക്കിൾ ആണ് എന്ത്, പിച്ച് സർക്കിൾ. എ സർക്കിൾ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് ക്യാം ത്രൂ ദ പിച്ച് പോയിന്റ്സ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സർക്കിൾ ആണ് എന്ത്, പിച്ച് സർക്കിൾ. ഇനി ലിഫ്റ്റ് ഓർ സ്ട്രോക്ക് അല്ലെങ്കിൽ ത്രോ, ഈ മൂന്ന് പേരിലും പറയും ലിഫ്റ്റ്, സ്ട്രോക്ക് അല്ലെങ്കിൽ ത്രോ. ഫോളോവർ ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ത്രോ എന്ന് പറയുന്നത്. മാക്സിമം ട്രാവൽ ഓഫ് ഫോളോവർ ഫ്രം ലോവസ്റ്റ് പൊസിഷൻ ടു ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പോ ലിഫ്റ്റ് ഓഫ് എ ഫോളോവർ എന്ന് പറയുന്നത് അതിന്റെ ലോവസ്റ്റ് പൊസിഷൻ മുതൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വരെയുള്ള മൂവ്മെന്റിനെയാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഫോളോവറിന്റെ ലോവസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ അത് ബേസ് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ക്യാം പ്രൊഫൈലിൽ മാക്സിമം പോയിന്റ്. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് സർക്കിൾ മുതലാണ് ലിഫ്റ്റ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം പ്രൈം സർക്കിൾ. പ്രൈം സർക്കിൾ എന്ന് വെച്ചാൽ പിച്ച് കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് വരക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈം സർക്കിൾ എന്ന് പറയുന്നത്. ക്യാമിന്റെ സെൻട്രൽ നിന്നും പിച്ച് കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് വരക്കുന്ന സ്മോളസ്റ്റ് സർക്കിൾ ആണ് എന്ത്, പ്രൈം സർക്കിൾ. സ്മോളസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ടു ദ സെന്റർ ഓഫ് ക്യാം ആൻഡ് ടാൻജന്റ് ടു ദ പിച്ച് കർവ്. നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ പ്രൈം സർക്കിളും ബേസ് സർക്കിളും ഐഡന്റിക്കൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ബേസ് സർക്കിള്, ക്യാം പ്രൊഫൈലിനെ ടാൻജൻഷ്യൽ ആയിട്ട് വരക്കുന്ന സ്മോളസ്റ്റ് സർക്കിൾ ആണ് ബേസ് സർക്കിൾ. പിച്ച് കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് വരക്കുന്ന സ്മോളസ്റ്റ് സർക്കിൾ ആണ് പ്രൈം സർക്കിൾ. നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ ക്യാം പ്രൊഫൈലും പിച്ച് കർവും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബേസ് സർക്കിളും പ്രൈം സർക്കിളും എന്തായിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം സർക്കിൾ ആയിരിക്കും. ഓർത്ത് വെക്കുക, നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ പ്രൈം സർക്കിൾ ആൻഡ് ബേസ് സർക്കിൾ ആർ ഐഡന്റിക്കൽ. അതേസമയം റോളർ ഫോളോവറിന്റെ കേസിലോ, റോളർ ഫോളോവറിന്റെ കേസിൽ പിച്ച് കർവ് ക്യാം പ്രൊഫൈലുമായിട്ട് റോളറിന്റെ ഒരു റേഡിയൽ ഡിസ്റ്റൻസിന്റെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൈം സർക്കിൾ ബേസ് സർക്കിളിനേക്കാൾ വലിയ സർക്കിൾ ആയിരിക്കും. റോളർ ഫോളോവറിന്റെ കേസിൽ പ്രൈം സർക്കിൾ ഈസ് ലാർജർ ദാൻ ബേസ് സർക്കിൾ ബൈ റേഡിയസ് ഓഫ് ദ റോളർ. നെക്സ്റ്റ് ടേം ആംഗിൾ ഓഫ് അസെന്റ്. നമുക്കറിയാം ക്യാമിന്റെ ഒരു റൊട്ടേഷനിൽ ഫോളോവറിനുണ്ടാകുന്ന മൂവ്മെന്റിന്
3 സ്റ്റേജ് ആണുള്ളത്: റൈസ്, ഫാൾ ആൻഡ് ഡ്വെൽ. ഇതിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ റൈസ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് അസെൻഡ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റൈസ് എന്ന് പറയുന്നത്. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ വരെ ഫോളോവർ റൈസ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആംഗിൾ ഓഫ് ഡിസെൻഡ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിട്ടേൺ. ആംഗിൾ ഓഫ് ഡിസെൻഡ് എന്ന് പറയുന്നത് ഫോളോവർ ഫാൾ ചെയ്യുന്ന ആംഗിളിനെയാണ്. ഫോളോവർ ഫാൾ ചെയ്യുന്ന ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിസെൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആംഗിൾ ഓഫ് ഡ്വെൽ. ഫോളോവർ സ്റ്റേഷനറി ആയിട്ട് റിമെയിൻ ചെയ്യുന്ന ആംഗിൾ ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡ്വെൽ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവറിന് മോഷൻ ഉണ്ടാവില്ല. ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡ്വെൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു ടേം കൂടി അറിയാനുണ്ട്: ആംഗിൾ ഓഫ് ആക്ഷൻ ഓഫ് ക്യാം. ആംഗിൾ ഓഫ് ആക്ഷൻ ഓഫ് ക്യാം എന്ന് വെച്ചാൽ ഫോളോവർ റൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫാള് കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും ആംഗിൾ ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ആക്ഷൻ ഓഫ് ക്യാം എന്ന് പറയുന്നത്. അതായത് ഫോളോവർ വൺസ് റൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റൈസ് ചെയ്ത് റിട്ടേൺ ചെയ്ത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ എത്തുന്ന വരെയുള്ള ആംഗിൾ ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ആക്ഷൻ ഓഫ് ക്യാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ടെർമിനോളജി ഓഫ് ക്യാംസിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ക്യാം ആൻഡ് ഫോളോവേഴ്സിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫോളോവർ മോഷൻസിനെ പറ്റിയിട്ടാണ്. ഫോളോവേഴ്സിന് ഈ പറയുന്ന ഇത്രയും ടൈപ്പ് മോഷൻസ് ആണ് ഉള്ളത്: സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ, യൂണിഫോം വെലോസിറ്റി, പാരാബോളിക് മോഷൻ, സൈക്ലോയിഡൽ മോഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓരോ ടൈപ്പ് മോഷൻസിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഡയഗ്രംസ്. ഓരോ ടൈപ്പ് മോഷൻസിലുള്ള ഈ ഒരു ഡയഗ്രംസിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. അതുപോലെ ഈ ഓരോ ടൈപ്പ് മോഷനും ഏതൊക്കെ കണ്ടീഷൻസിലാണ് സ്യൂട്ടബിൾ എന്നുകൂടെ അറിഞ്ഞിരിക്കണം. അതാണ് ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. ഓരോ ടൈപ്പ് മോഷൻസും ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാം ആണ്. വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോളോവറിന്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഇതിൽ ഇത്രയും പാർട്ട് കാണിച്ചിരിക്കുന്നത് ഫോളോവറിന്റെ റൈസ് അല്ലെങ്കിൽ അസെന്റ് ആണ്. ഇത്രയും കാണിച്ചിരിക്കുന്നത് അതിന്റെ ഡിസെന്റ് അല്ലെങ്കിൽ ഫാൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ആക്സിലറേഷൻ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. റൈസിൽ ഇനീഷ്യലി 0 എന്ന് മാക്സിമം വാല്യൂവിലേക്ക് ഒരു സഡൻ ചേഞ്ച് ആണ് ആക്സിലറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മാക്സിമത്തിൽ നിന്ന് 0ലേക്ക് ഒരു സഡൻ ഫെയിലിയർ ആണ് റൈസിന്റെ എൻഡിൽ ഉണ്ടാകുന്നത്. ഇത് സെയിം തന്നെ എവിടെയും റിപ്പീറ്റ് ചെയ്യും, ഫോളോവറിന്റെ ഫാളിലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആക്സിലറേഷനിൽ ഒരു സഡൻ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. 0 എന്ന് മാക്സിമം വാല്യൂവിലേക്ക് ഒരു സഡൻ ചേഞ്ചും മാക്സിമത്തിൽ നിന്ന് 0ലേക്ക് ഒരു സഡൻ ഫെയിലിയറും ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് മോഷനിൽ വൈബ്രേഷനും ജെർക്കിങ്ങും നോയ്സും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് മോഡറേറ്റ് ക്യാം സ്പീഡ്സിലാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ യൂസ് ചെയ്യുന്നത് ലോ ആൻഡ് മോഡറേറ്റ് ക്യാം സ്പീഡ്സിലാണ് എന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസിലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസിലറേഷൻ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഡയഗ്രാംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും ആക്സലറേഷനിൽ ബിഗിനിങ്ങിലും മിഡ്വേയിലും എൻഡിലും സഡൻ ചേഞ്ചസ് ഉണ്ട്. ആക്സലറേഷനിൽ ബിഗിനിങ്ങിലും മിഡ്വേയിലും എൻഡിലും എന്തുണ്ട്? സഡൻ ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതും മോഡറേറ്റ് സ്പീഡ്സിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസിലറേഷൻ മോഷനും മോഡറേറ്റ് സ്പീഡ്സിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ടൈപ്പ് മോഷന്റെ കേസിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഡയഗ്രാംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫോളോവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ദ ക്യാം റൊട്ടേഷൻ. ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ഓഫ് ക്യാം റൊട്ടേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് പാരാബോളിക് മോഷൻ. പാരാബോളിക് മോഷൻ ആവുമ്പോൾ ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഡയഗ്രാംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫോളോവർ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ഓഫ് റൊട്ടേഷന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. യൂണിഫോം വെലോസിറ്റിയിൽ ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ഓഫ് റൊട്ടേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പാരാബോളിക് മോഷനിൽ ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ക്വയർ ഓഫ് ആംഗിൾ ഓഫ് ക്യാം റൊട്ടേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും.
നെക്സ്റ്റ് വൺ സൈക്ലോയിഡൽ മോഷൻ, ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലോയിഡൽ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഡയഗ്രംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ആക്സലറേഷൻ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു അബ്രപ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. ആക്സലറേഷനിൽ ഒരു സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല, ഒരു സ്മൂത്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഫോളോവർ മോഷൻ റിക്വയർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ സൈക്ലോയിഡൽ മോഷനാണ് യൂസ് ചെയ്യുന്നത്. സൈക്ലോയിഡൽ മോഷനാണ് ഹൈ സ്പീഡ് ഫോളോവർ മോഷൻ റിക്വയർഡ് ആയിട്ടുള്ള കേസിൽ ഐഡിയൽ മോഷൻ. ഈ പറഞ്ഞ ഫോളോവർ മോഷന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സിമ്പിൾ ഹാർമോണിക് മോഷനും സൈക്ലോയിഡൽ മോഷനുമാണ്. ഈ രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഐഡിയൽ ആയിട്ടുള്ളത് ലോ ആൻഡ് മോഡറേറ്റ് ക്യാം സ്പീഡ് കണ്ടീഷനിലാണ്. സൈക്ലോയിഡൽ മോഷൻ ഐഡിയൽ ആയിട്ടുള്ളത് ഹൈ സ്പീഡ് ഫോളോവർ മോഷൻ കണ്ടീഷനിലാണ്. അപ്പോൾ ക്യാം ആൻഡ് ഫോളോവർ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.